നമസ്കാരം. ILFൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണക്കാരായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊതുകാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വകാര്യ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ആശ്രയിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളെയാണ്, നമ്മളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുകൾ. അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നോ ഒരു തല്ല് അല്ലെങ്കിൽ ഒരു വഴക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുസ്ഥലത്ത് വെച്ചുള്ള മാനഹാനി പ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അധികാരികൾ ഇതിന്മേൽ അവിടെ വെച്ച് തന്നെ ഒരു തീർപ്പാക്കി അങ്ങ് വിടുക. അതായത് നമ്മളുടെ പരാതിയിന്മേൽ ഒരു തുടർ നടപടിക്രമങ്ങൾ ചിലപ്പോൾ സാധ്യമാകില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സമയമില്ല, മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഒക്കെ ഉള്ള സ്വാധീനം കാരണം പ്രതിക്കെതിരെ നടപടിയെടുക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിക്ക് ന്യായം കിട്ടാൻ പോലീസ് സ്റ്റേഷനിലൂടെ കഴിയുന്നില്ല. ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ഏത് രീതിയിലാണ് നിയമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? ലളിതമായിട്ട് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് എന്താണോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി രൂപത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പരാതി രൂപത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ട് നമ്മൾ പോലീസുകാരോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അതോറിറ്റിയോട് നമ്മൾ ആവശ്യപ്പെടുക, ഇതിന്മേലുള്ള റെസിപ്റ്റ് എനിക്ക് തരിക. അതായത് പരാതി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് നമുക്ക് തരാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പിന്നീട് ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് സുഗമമായി ട്രാക്ക് ചെയ്യുവാൻ ആ ഒരു റെസിപ്റ്റ് നമ്മളെ സഹായിക്കും. ഇൻ കേസ് അവരത് വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധിത രൂപത്തിൽ തന്നെ അത് ചോദിച്ചു വാങ്ങുക. അത് നമ്മളുടെ അവകാശമാണ്. ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ ഒക്കെ കഴിയുന്ന സമയത്ത് പോലും അവർ ഇതിന്മേലൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇനി ആശ്രയിക്കുവാൻ കഴിയുന്നത്, സാധാരണഗതിയിൽ സംസ്ഥാന പോലീസ് മേധാവികളെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആക്ഷേപം വീണ്ടും അറിയിക്കുവാറുണ്ട്. പക്ഷേ ക്രിമിനൽ നടപടി ചട്ടം മുഖാന്തരം 154 ഉപവകുപ്പ് 3 പ്രകാരം തൊട്ടടുത്തുള്ള അതേ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അധികാര പരിധിയിൽ വരുന്ന ജില്ലാ പോലീസ് മേധാവിയോടാണ് നമ്മൾ ഇനി പരാതി സമർപ്പിക്കേണ്ടത്. ആ പരാതി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം കൊടുത്ത പരാതിയിലെ സാരാംശം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ വേണം നമ്മൾ പരാതി സമർപ്പിക്കേണ്ടത്. ആ ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുമ്പോൾ ചില അധികാര പരിധികളിൽ അത് കമ്മീഷണറാകാം, അല്ല എങ്കിൽ സൂപ്രണ്ടാകാം. ഏതാണോ അവിടെ നിഷ്കർഷിക്കുന്ന മേധാവി, അവർക്ക് മുന്നാകെ നമ്മൾ ആ പരാതി സമർപ്പിക്കുക. അവിടെ നിന്നും റെസിപ്റ്റുകൾ കൈപ്പറ്റുക. ഇനി അതിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പരാതിക്ക് പരിഹാരം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇനി അടുത്ത ആശ്രയിക്കാൻ പോകുന്നതാണ് കോടതി മുഖാന്തരം നീതി ലഭിക്കുക എന്നുള്ളത്. തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു CMP ഫയൽ ചെയ്യാം. CMP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്വകാര്യ അന്യായമാണ്. ഈ സ്വകാര്യ അന്യായം നമ്മൾ സമർപ്പിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് ഇതിനകത്ത് 2 രീതിയിൽ, ഈ ഒരു കേസിന്മേൽ 2 രീതിയിൽ പ്രശ്നപരിഹാരം നേടാം. അതിൽ ഒന്നാമത്തേത്, നമ്മൾ പരാമർശിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, അതിൻ്റെ തീവ്രതയനുസരിച്ച് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഡയറക്റ്റ് ആ എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയും സമൻസ് അയക്കുകയും അവരെ കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയും. രണ്ടാമത്തേത്, നമുക്ക് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ കാണിച്ച അലംഭാവമായിരുന്നു നമ്മളെ കോടതി വരെ എത്തിച്ചത്. മജിസ്ട്രേറ്റിന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ വിഷയത്തിനെക്കുറിച്ചുള്ള FIR റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടപടികൾ കൈക്കൊള്ളുവാൻ കഴിയും. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിന്മേൽ ഗൗരവപരമായ ഒരു അന്വേഷണം നടത്തുകയും അതിൻ്റെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ ആ FIR റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുവാനും ആ പോലീസ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇത്തരത്തിൽ കോടതി മുഖാന്തരം, പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അനാസ്ഥ മുഖാന്തരം
സംഭവിച്ച നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന്മേൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മുഖാന്തരം, കോടതി മുഖാന്തരം നമുക്ക് ഇത്തരത്തിലുള്ള മജിസ്ട്രേറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ നമുക്ക് നീതി നേടിയെടുക്കുവാനുള്ള ഒരു പ്രൊവിഷനുണ്ട്.